നമസ്കാരം. യമൻ പൗരൻ തലാൽ അബ്ദുൽ മെഹദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി യമനിലെ ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുകയാണ് മലയാളി യുവതി നിമിഷപ്രിയ. നഴ്സായി യമനിൽ ജോലി കണ്ടെത്തി ജീവിതം കരുപിടിപ്പിക്കാനിറങ്ങി ദൗർഭാഗ്യങ്ങളുടെ തിരയിളക്കത്തിൽ ആടിയുലയുന്ന ഒരു യുവതി. ജീവിതത്തിലേക്കാണോ മരണത്തിലേക്കാണോ ഈ കാത്തിരിപ്പ് എന്നറിയാതെ നിർവികാരതയോടെ അഴിക്കുള്ളിൽ ഒരു സ്ത്രീ ജന്മം. ഇക്കഴിഞ്ഞ ജൂലൈ 16-ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം മാറ്റിവെക്കുകയായിരുന്നു. ആ തീരുമാനത്തിലേക്ക് നയിച്ചതിനു പിന്നിൽ പ്രവർത്തിച്ചവരാണെന്ന് അവകാശപ്പെട്ട് വിവിധ വ്യക്തികളും മറ്റും രംഗത്ത് വന്നിരുന്നു. അനവസരത്തിലും അനാവശ്യ തിടുക്കത്തിലും കാണിച്ച അത്തരം അവകാശവാദങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും പക്ഷേ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതിനും ജയിൽ മോചനത്തിനും വലിയ വിഘാതമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. സാഹചര്യങ്ങൾ വിലയിരുത്തിയാൽ തൂക്കുമരത്തിലേക്കുള്ള വഴിയിലും നിമിഷപ്രിയ ചതിക്കപ്പെട്ടെന്ന് കരുതാം. ആരൊക്കെയാണ് നിമിഷപ്രിയയെ ചതിക്കുന്നത്? വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കാനുണ്ടായ കാര്യങ്ങൾ വിശദമാക്കുന്ന വീഡിയോ ഈ ചാനലിൽ നേരത്തെ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ കാണുക. നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് ആസ്പദമായ സംഭവം 2017-ലാണ് നടക്കുന്നത്. യമൻ കോടതി കുറ്റക്കാരിയായി കണ്ടെത്തിയതിനെ തുടർന്ന് 2018 മുതൽ അവർ യമനിലെ ജയിലിലാണ്. പ്രാഥമിക വിചാരണകൾക്കും തുടർ വിചാരണകൾക്കും ശേഷം വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിനായി ബന്ധുക്കളും മറ്റുള്ളവരും ചേർന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ശ്രമങ്ങൾ തുടരുകയായിരുന്നു. എന്നാൽ 2023 നവംബറിൽ യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ നിമിഷപ്രിയയുടെ അപ്പീൽ തള്ളിയതോടെ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മെഹദിയുടെ കുടുംബത്തിന് ദിയാധനം നൽകി മോചനം സാധ്യമാക്കാൻ ശ്രമം ഊർജിതമാക്കിയിരുന്നു. ഇതിനായി 2024 ജൂണിൽ $40,000 സമാഹരിച്ചു. 2024 സെപ്റ്റംബറിൽ മോചനദ്രവ്യം നൽകുന്നതുമായി ചർച്ചകളും ആരംഭിച്ചിരുന്നു. എന്നാൽ 2024 ഡിസംബറിൽ യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലിമി നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവച്ചു. 2025 ജനുവരിയിൽ തന്നെ ശിക്ഷ നടപ്പാക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും പല കാരണത്താൽ ദിവസം നിശ്ചയിക്കാതെ പോയി. പിന്നീട് വധശിക്ഷ 2025 ജൂലൈ 16-ന് നടപ്പാക്കാൻ അന്തിമ തീരുമാനമെടുത്തിരുന്നുവെങ്കിലും അടിയന്തര ഇടപെടലിനെ തുടർന്ന് വധശിക്ഷ അനിശ്ചിതമായി മാറ്റിവെക്കുകയായിരുന്നു. ഈ തീരുമാനത്തിന് പിന്നിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം KP അബൂബക്കർ മുസ്ലിയാരാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം സുഹൃത്തും യമനിലെ സൂഫി പണ്ഡിതനുമായ ഹബീബ് ഉമർ ബിനുമായി ചേർന്ന് തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് വധശിക്ഷ റദ്ദാക്കിയതെന്നാണ് കാന്തപുരവുമായി ബന്ധപ്പെട്ട പറയുന്നത്. എന്നാൽ ആ അവകാശവാദത്തിന് കൃത്യതയും വ്യക്തതയും ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് കാന്തപുരത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്നും പ്രസിദ്ധീകരിച്ച പോസ്റ്റ് പിന്നീട് പിൻവലിച്ചിരുന്നു. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധി സാമുവൽ ജെറോമിന് നേരെ സാമ്പത്തിക വിനിയോഗത്തിലെ സംശയം പ്രകടിപ്പിച്ച് കൗൺസിൽ അംഗങ്ങൾ തന്നെ രംഗത്ത് വന്നിരുന്നു. ഈ സമയം തന്നെ വധശിക്ഷ റദ്ദാക്കിയെന്നും അത് തങ്ങളുടെ ശ്രമഫലമാണെന്നും അവകാശപ്പെട്ട് ഒരു സുവിശേഷകനും സംഘവും എത്തിയതോടെ ആശയക്കുഴപ്പം കലശലായി. ഈ ആശയക്കുഴപ്പം തന്നെയാണ് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള പ്രധാന തടസ്സമായി നിൽക്കുന്നതും. വധശിക്ഷ മാറ്റിവെച്ചെന്ന ആശ്വാസകരമായ വാർത്ത പുറത്തു വന്നപ്പോൾ അതിന് തുരങ്കം വെച്ചത് മലയാളികൾ തന്നെയായിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാത്തതിൽ തലാൽ കുടുംബം വലിയ പ്രതിഷേധമൊന്നും രേഖപ്പെടുത്തിയിരുന്നില്ല. വധശിക്ഷ മാറ്റിവെച്ചപ്പോൾ പോലും ആ കുടുംബം മാന്യമായ സംയമനം പാലിച്ചതുമാണ്. എന്നാൽ തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദിയുടെ സാമൂഹ്യ മാധ്യമ പേജിന് കീഴിൽ മലയാളികൾ നടത്തിയ കമന്റുകൾ അയാളെ പ്രതിസന്ധിയിലാക്കിയെന്ന് മാത്രമല്ല യമനിൽ നിമിഷപ്രിയക്കെതിരെ രോഷം ആളിക്കത്തിക്കാൻ ഇടയാക്കുകയും ചെയ്തു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യമായിരുന്നു കമന്റുകളിലൂടെ മലയാളികൾ പ്രചരിപ്പിച്ചത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ അവകാശവാദത്തെ തലാലിന്റെ സഹോദരൻ തള്ളിയിരുന്നു. മാത്രമല്ല ദിയാധനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കൗൺസിൽ പ്രതിനിധി സാമുവൽ ജെറോം തലാലിന്റെ രക്തം വിറ്റ് കാശാക്കാൻ ശ്രമിക്കുകയാണെന്നും അബ്ദുൽ ഫത്താഹ് മെഹദി ആരോപിച്ചിരുന്നു. നിലവിൽ തിടുക്കപ്പെട്ട അവകാശവാദങ്ങളും ആക്ഷൻ കൗൺസിലിലെ അഭിപ്രായ ഭിന്നതകളുമെല്ലാം നിമിഷപ്രിയയെ വഞ്ചിക്കുന്നതിന് തുല്യമായിരിക്കുകയാണ്. കാരണം ആത്യന്തികമായി തലാൽ
തലാലിന്റെ കുടുംബമാണ് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകേണ്ടത്. അതിലേക്കെത്താൻ ഇതുവരെയും പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ലെന്നാണ് വ്യക്തമാകുന്നത്. ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് യമൻ സർക്കാർ. നമ്മുടെ രാജ്യത്തിന് യമനുമായി നയതന്ത്ര ബന്ധമില്ലാത്തത് കാരണം സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾക്ക് പരിമിതിയുണ്ട് താനും. എന്നിട്ടും കേന്ദ്ര സർക്കാർ പല രീതിയിലും ഈ യുവതിയുടെ മോചനത്തിനായി ശ്രമം നടത്തി വരികയാണ്. നയതന്ത്ര വിജയം പ്രതീക്ഷിക്കാനാവില്ലെന്നതിനാൽ AP അബൂബക്കർ മുസ്ലിയാരും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും ഒരുമിച്ച് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇടപെടുന്നതാകും നല്ലത്. തലാൽ അബ്ദുൽ മെഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദിയും കുടുംബവും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിനുള്ള പുതിയ തീയതി നിശ്ചയിക്കണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ആർക്കും ഒറ്റയ്ക്കൊരു വിജയത്തിലെത്താൻ കഴിയുമായിരിക്കില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ നിമിഷപ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രയാസമുണ്ടാകില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.